എങ്ങനെയാണ് സ്റ്റാർ ട്രേഡറിലൊരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്കാണ് ഞാൻ പറയുന്നത്. സ്റ്റാർ ട്രേഡറിൽ ആദ്യം അക്കൗണ്ട് എടുക്കണം. ആ അക്കൗണ്ട് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, അതൊന്ന് കാണുക. അതിന് ശേഷം ഡെമോ അക്കൗണ്ട് എടുക്കുന്നത് നോക്കാം. ക്ലയൻറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇതിലേക്കായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, അതിൻ്റെ മുകളിൽ ഇതുപോലൊരു എംബ്ലം ഏറ്റവും മുകളിലായിട്ടുണ്ടാവും. നിങ്ങളുടെ ആ എംബ്ലത്തിലൊന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അക്കൗണ്ടിലേക്ക് പിന്നെ പോവാം. ആ എംബ്ലത്തിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സോറി, എൻ്റെ എംബ്ലം വരട്ടെ. എംബ്ലം വന്നില്ല. ഇത് വിട്ടേക്കുക, ഇത് മറന്നേക്കുക. നിങ്ങൾ ഇത് എൻ്റെ IB അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനൊരു പേജായിരിക്കും വരിക. അതിനുശേഷം മുകളിൽ ആ എംബ്ലത്തിൽ ടാപ്പ് ചെയ്തിട്ട് അപ്പോൾ പേര് കാണാൻ പറ്റും നിങ്ങളുടെ. അതിൻ്റെ താഴെ IB ക്ലയൻറ്റ് എന്നുള്ള ഓപ്ഷനൊന്നും നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾക്ക് ഹോം, അക്കൗണ്ട്, ഫണ്ട്, സ്റ്റാർ ട്രേഡിംഗ് എങ്ങനെയെന്നുള്ള ഓപ്ഷൻസ് ആയിരിക്കും. അതിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് തന്നെ കാണാം ഓപ്പൺ അക്കൗണ്ട് എന്നാണ്. ആ ഓപ്പൺ അക്കൗണ്ടിലൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഓപ്പൺ അക്കൗണ്ടിന് തൊട്ട് താഴെയായിട്ട് 2 ഓപ്ഷനുണ്ട്, ലൈവ് അക്കൗണ്ട്, ഡെമോ അക്കൗണ്ട്. ആ ഡെമോയിൽ ടാപ്പ് ചെയ്യുക. ട്രേഡിംഗ് പ്ലാറ്റ്ഫോം MT5 അത് ചേഞ്ച് ചെയ്യേണ്ട. അതിന് തൊട്ട് താഴെ സ്റ്റാൻഡേർഡ് STP സെലക്ട് ചെയ്യുക. ഡോളർ USD സെലക്ട് ചെയ്യുക. ലിവറേജ് ഏറ്റവും വലുത് തന്നെ നമ്മൾ എടുക്കുന്നു, 1:500, 500:1. അക്കൗണ്ട് ബാലൻസ് എത്ര വേണമെന്ന് തീരുമാനിക്കുക. സബ്മിറ്റ് കൊടുക്കുക. കൺഫേം. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മളുടെ മെയിലിൽ നമുക്ക് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വരുന്നത് മെയിലിലാണ്. മെയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഇതേപോലെ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാവും. അതിൽ ഇതിപ്പം നിങ്ങളെല്ലാം കാണുമല്ലോ എൻ്റെ ഇങ്ങനെയൊക്കെയാണ്. MT5 ലോഗിൻ എന്നുള്ളതിൻ്റെ താഴെ അക്കൗണ്ട് നമ്പറാണത്, അതുണ്ടാവും. MT5ൻ്റെ പാസ്വേഡ്, MT5ൻ്റെ സെർവർ, ഇത് 3 മസ്റ്റായിട്ട് വേണം. ഓക്കെ, സ്റ്റാർ ട്രേഡർ ഫിനാൻഷ്യൽ ഡെമോ MT5 എന്നാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അവിടെ ലോഗിൻ ചെയ്യാൻ നോക്കാം. അത് ഞാനിപ്പോൾ കാണിച്ചത് നിങ്ങൾ എൻ്റെ IDയും പാസ്വേഡും കണ്ടുപിടിക്കൂലേ. അത് കുഴപ്പമില്ല, ഡെമോ അല്ലേ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഇത് കോപ്പി എടുക്കുക. അതിനുശേഷം MT5 ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാനേജ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡ് മുകളിലായിട്ടൊരു പ്ലസ് ബട്ടൺ കാണാം, അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. സ്റ്റാർ ട്രേഡർ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇല്ലാത്തവർ സെർച്ച് ചെയ്യുക. സ്റ്റാർ ട്രേഡർന്ന് മാത്രം സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കാണാം. അത് 2 ഓപ്ഷനാണ് വരിക. അതിൽ ഏറ്റവും ആദ്യത്തത് സ്റ്റാർ ട്രേഡർ ഫിനാൻഷ്യൽ മാർക്കറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോഗിനിൽ നമ്മൾ അവിടെ നിന്ന് മെയിൽ വന്ന അക്കൗണ്ട് നമ്പർ അടിക്കുക. പാസ്വേഡ് വീണ്ടും മെയിലിൽ പോയിട്ട് പാസ്വേഡ് കോപ്പി എടുക്കുക. പാസ്വേഡിൽ അതും പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം സെർവർ, ഉറപ്പായിട്ടും ആ സെർവർ മറന്നു പോകരുത്. സ്റ്റാർ ട്രേഡർ ഫിനാൻഷ്യൽ ഡെമോ അതിലിപ്പോൾ ഇതിൽ 3ാമത് കാണുന്നതാണ്, അത് തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ലോഗിൻ കൊടുക്കുക. കണക്റ്റിംഗ് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും ഡെമോ എന്ന്. യെസ്, ഡെമോ കണക്റ്റായി. $3000 നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. സെയിം ചാർട്ട് തന്നെ എല്ലാം കിട്ടും. ഇതിലിപ്പോൾ ഗോൾഡ് ഉണ്ടാവില്ലായിരിക്കും ആദ്യം എടുക്കുന്നവർക്ക്. അതിന് നമ്മൾ ഏറ്റവും മുകളിൽ ഏറ്റവും താഴെയുള്ള ആദ്യത്തെ കോഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്കിത് കിട്ടുക, ഈ പേരുകളൊക്കെ. അവിടെ ഗോൾഡ് ആഡ് ചെയ്യണം. അതിന് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ആദ്യം കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ XAUUSD എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് വരും.
അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള പ്ലസ് ബട്ടണിൽ ഒന്ന് ടാപ്പ് ചെയ്തേക്കുക. എന്നിട്ട് ബാക്ക് പോവുക. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഗോൾഡിൻ്റെ ചാർട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഗോൾഡ് വന്നു. ഗോൾഡിൻ്റെ ചാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ. അതേപോലെ ഏറ്റവും താഴെ തന്നെ ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ ആ പെന്നിൻ്റെ പടത്തിലുള്ളത് ടാപ്പ് ചെയ്യുക. ഡിലീറ്റ് ഓപ്ഷൻ ഏറ്റവും മുകളിൽ തന്നെ റൈറ്റ് സൈഡിലുണ്ട്, ക്ലിക്ക് ചെയ്യുക. ഏതാണ് വേണ്ടാത്തത് അതൊക്കെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ. നമുക്കിനിയിപ്പോൾ ഒരു BTC ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. BTC USD വന്നു. അതും റൈറ്റ് സൈഡിൽ പ്ലസ് ബട്ടണിൽ ടാപ്പ് ചെയ്യുക, ബാക്ക് അടിക്കുക. അപ്പോൾ 2 പേരുമാണുള്ളത്. നമുക്കിതിൽ BTCയുടെ ചാർട്ടാണ് കാണേണ്ടതെങ്കിൽ ഇവിടെയല്ല. അപ്പോൾ 2 പേരുണ്ട്. BTCയുടെ ചാർട്ടാണ് ഇപ്പം BTC റണ്ണിങ് ആണ്. സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ട്. ചാർട്ട് ഓപ്പൺ ചെയ്യാം. വന്നു കഴിഞ്ഞു. അതിനുശേഷം ഈ മൂവിങ് ആവറേജൊക്കെ സെറ്റ് ചെയ്യേണ്ട വീഡിയോ ഒക്കെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങളത് സെറ്റ് ചെയ്യുക. ഇത് ഡെമോ അക്കൗണ്ടാണ്, ഒന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബൈ ഓർ സെല്ലൊക്കെ എടുക്കുക. ഇപ്പോൾ തന്നെ ബൈ സെല്ല് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഈസിയാണ്. ഏറ്റവും മുകളിൽ ഇത് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പക്ഷേ നിങ്ങളുടെ ചാർട്ട് കിടക്കുന്നതെങ്കിൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലെ ഓപ്ഷനിലൊന്ന് ടാപ്പ് ചെയ്താൽ ഇതിൻ്റെ താഴെയായിട്ട് റെഡ് ബ്ലൂ മാറി വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ റൈറ്റ് സൈഡിലാണ് ബൈ എടുക്കുന്നത്. ലെഫ്റ്റ് സൈഡിലൊന്ന് തൊട്ടാൽ സെല്ലാവും. അതായത് ഇവിടെ നമ്മൾ കുറച്ച് ബൈ എടുക്കുന്നു. ഒരു പ്രാവശ്യം തൊട്ടാൽ തൊടുമ്പോൾ ഇതൊന്ന് ക്ലിക്ക് ആക്റ്റീവ് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി ഒരു പ്രാവശ്യം റൈറ്റ് സൈഡ് ആ റെഡ് കളറിൽ തൊട്ടാൽ ഒരു ബൈ പ്ലേസ് ആവും. ഇപ്പോൾ ഒന്നുകൂടെ തൊട്ടാൽ അടുത്ത് വീഴും. വീണ്ടും തൊട്ടാൽ 2-3 പ്രാവശ്യം തൊട്ട് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം തൊടുന്നു അത്രയും ബൈ അവിടെ വീണ് കഴിയുന്നത്. ബൈ വീണ് കഴിഞ്ഞു എത്രയായാലും. അതേപോലെ തന്നെ ചാർട്ടിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നിടത്ത് തൊട്ടാലും സെല്ലായിരിക്കും വീഴുക. എത്ര തൊട്ടാലും സെല്ലായിരിക്കും വീഴുക. കണ്ടില്ലേ? നമുക്കിവിടെ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പൊസിഷൻ എന്നുള്ളിടത്ത് ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. ഒരു 3 ഡോട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ക്ലോസ് ആൾ പൊസിഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റബിൾ പൊസിഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലോസിങ് പൊസിഷൻസും ഉണ്ടാവും. അതിലേതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ഇതേതെങ്കിലും ഒന്ന് പ്രോഫിറ്റിലോട്ട് വന്നിരുന്നെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകുന്നതുകൊണ്ട് ഞാൻ ടാപ്പ് ചെയ്തിട്ട് ആൾ ക്ലോസ് പൊസിഷൻസ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് $2 സംതിങ് ലോസാണ്. അല്ല, $1.78 ഫിക്സഡ് ലോസ് വന്നു. അപ്പോൾ ബൈ സെൽ എടുക്കേണ്ട ഓപ്ഷനും ഇതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ലൈവിലേക്ക് വരിക. സെയിം ഇൻഡിക്കേറ്ററൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ലൈവിൽ വന്നാൽ നിങ്ങൾക്ക് ആ പൊസിഷൻസൊക്കെ കറക്റ്റ് മനസ്സിലാക്കി തരാം. ഓക്കെ, ബൈ.